ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2021 മഹീന്ദ്ര XUV 700 ഇറക്കിയ സമയത്ത് പ്രൈസിംഗ് കൊണ്ടും സൈസ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും എല്ലാം നമ്മളെല്ലാവരും ഞെട്ടിച്ചാണ്. ആ സെഗ്മെൻറ്റ് ഇല്ലാതിരുന്ന ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വളരെ താഴത്തായിരുന്നു അവർ വെച്ചിരുന്നത്. ടോപ്പ് എൻഡ് വന്നപ്പോഴേക്കും കുറച്ച് പ്രൈസ് കൂടി. ബട്ട് എനിവേ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന പുതിയ XUV 700 ഫേസ് ലിഫ്റ്റ് അതായത് XUV 7XO എന്ന് പറഞ്ഞ വണ്ടിയാണ്. നെയിമിംഗ് സ്കീം ഏകദേശം നമ്മുടെ 3XO കണ്ടതുപോലെ തന്നെ അവർ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ടീസേഴ്സിന് അടിസ്ഥാനമായിട്ട് പുതിയതായിട്ട് നോക്കാം. സോ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അവർ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സ്പൈ ഷോട്ട്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നേരത്തെ വണ്ടി C ഷേപ്പ് DRLസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അത് കുറച്ചും കൂടെ XUV 500ൽ നിന്ന് ഇൻസ്പയർ ആയി വന്ന പോലെ നമുക്ക് തോന്നും. ഈ വണ്ടിയിലും ഒരുപാട് മാറ്റമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുതുമ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. C ഷേപ്പിൽ C മൊത്തത്തിൽ C ആക്കാതെ താഴത്തേക്ക് വരുമ്പോഴേക്കും ചെറിയൊരു വളവ് കൊടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തായിട്ട് 2 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിന് ഡിസൈനിലും വ്യത്യാസമുണ്ട്. നേരത്തെ DRLസിൽ തന്നെയായിരുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ അത് താഴത്തേക്ക് ആക്കിയിട്ടുണ്ട് ഹെഡ് ലാംപ്സിൻ്റെ കറക്റ്റ്. ആൻഡ് DRLസ് കുറച്ചും കൂടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേറെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന പോലെയാണ്. ആ താഴത്തേക്കുള്ള എക്സ്ട്രാ പീസ് വണ്ടി വരുമ്പോൾ നമുക്ക് നോക്കാം ശരിക്കും കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ഡിഫറൻസ് പറയാൻ പറ്റുന്നതിൻ്റെ ഗ്രില്ലിൻ്റെ ഡിസൈനിലാണ്. അതായത് വലിയ ഡിഫറൻസ് ഇല്ല. പുതിയ ലോഗോ ഒക്കെ തന്നെ ആയിരിക്കും. ആ ഒരു 6 lakhs അതുപോലെ തന്നെ ഉണ്ടാവും. ഇച്ചിരി ചെരിച്ച് വെച്ചിട്ട് ആ പാറ്റേൺ ഒന്ന് മാറ്റി അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുന്ന OR വീംസിൻ്റെ ഡിസൈൻ ഓക്കെ അതൊക്കെ സെയിം ആണ്. ബാക്കിൽ XUV 7XOയുടെ ബാഡ്ജിങ് ഉണ്ട്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇത് എക്സിസ്റ്റിംഗ് 700 വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ചേഞ്ച് ആയിരിക്കും. പക്ഷേ ബാക്കി ഡിഫറൻസ് അതായത് അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് മാറിയിരിക്കുന്നത്. ടെയിൽ ലാംപ്സിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ആസ് സച്ച് മാറിയിട്ടില്ല. അതിൻ്റെ മൊത്തത്തിലുള്ള സിലുവേറ്റൊക്കെ ഏകദേശം സെയിം ആണ്. നമ്മളിപ്പോൾ ഈ അടുത്ത് XUV 9S കണ്ടില്ലേ. സോ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സിൻ്റെ സെറ്റപ്പ് ആയിരിക്കും നമുക്ക് ഈ വാഹനത്തിലും കിട്ടുന്നത്. അതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തെ എലിമെൻറ്റ്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്ന കുറച്ച് ഹണിക്കോം പാറ്റേൺ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ XUV 9Sൻ്റെ നടുവിലായിട്ട് അതായത് ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എലിമെൻ്റ് ആണ് അവർ കൊടുത്തത്. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ എന്താണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. കാരണം 700 ആസച്ച് അവർ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ സംഭവം കൊടുത്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് അതത്ര ട്രെൻഡിങ് അല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ അതായത് ഒരു 22-23 ആയപ്പോഴാണ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എല്ലാ വണ്ടികളിലും വരാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് ചേഞ്ച് പറയാൻ പറ്റുന്ന അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. ഇത്രയും കാലം 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഈവൻ ഈ അടുത്തിറങ്ങിയ XUV 9Sൽ പോലും 18 ഇഞ്ച് ആയിരുന്നു. പക്ഷേ അത് മാറി ഇപ്രാവശ്യം 19 ഇഞ്ച് അലോയ്സിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ അലോയ്സിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ട്. ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോഴത്തെ എയറോ സ്റ്റൈൽ വീൽസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ബട്ട് സ്റ്റിൽ ഇവിടെയും ഇവിടെയൊക്കെ ചെറിയൊരു എയറോ ബിറ്റിൻ്റെ ഒരു ടച്ച് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി കുഴപ്പമില്ലെന്ന് പറയാം. ഏതായാലും 19 ഇഞ്ച് അലോയ്സ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത്രയും കാലം ഒരു 18 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടയർ സൈസ് നോക്കുകയാണെങ്കിലും നമുക്ക് 235, 55 R19s ആണ് വരുന്നത്. അതുപോലെ C8ൻ്റെ സ്പോർട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ആണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ആദ്യത്തെ ടീസേഴ്സിൽ എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലും XUV 9S ആയിട്ടുള്ള ഒരുപാട് ഇൻസ്പിറേഷൻസ് കാണാൻ പറ്റും. XUV 700 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മേജർ സ്റ്റെപ്പ് ആണ് എന്ന് പറയാം. പക്ഷെ എന്നാലും നമ്മൾ ഈ സെയിം ഇൻറ്റീരിയർ തന്നെയാണ് XUV 9e കഴിഞ്ഞ വർഷം കണ്ടത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെയും വന്നിട്ടില്ല. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ കളർ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് XUV 9Sലോ XUV 9e ഒന്നും കിട്ടിയ സെയിം കളർ കോമ്പിനേഷൻ അല്ല ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് ബ്രൗൺ ഉണ്ട്, ടാൻ ഉണ്ട്, പിന്നെ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതുപോലെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12.3 ഇഞ്ചസിൻ്റെ 3 ഡിസ്പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം നിങ്ങളിത് യൂസ് ചെയ്യും എന്ന് ഉള്ളത് സംഭവങ്ങളൊക്കെ. പക്ഷേ എനിവേ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ മഹീന്ദ്രയ്ക്ക് ഇപ്പം 3 സ്ക്രീനുള്ള 3 വണ്ടികളായി. XUV 9S ഉണ്ട്, XUV 9e ഉണ്ട്, ഇനിയിപ്പോൾ വരാൻ പോകുന്ന XUV 7XO ഉണ്ട്. ഇനി അടുത്തൊരു ഡിഫറൻസ് വന്നിരിക്കുന്ന ആംബിയൻ ലൈറ്റിൻ്റെ കേസിലാണ്. നമുക്കതും ഇതിൻ്റെ ഡോർ പാഡ്സിലും സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. കത്തിക്കിടക്കുന്ന ആ ഒരു പുതിയ കളർ അതായത് ഒരു ഓറഞ്ച് തീമിലുള്ള ആംബിയൻ ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മൾട്ടി കളർ ആയിരിക്കാം, അത് നമുക്കറിയില്ല. എന്തായാലും അവരിപ്പോൾ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ സീറ്റ് കൺട്രോൾസിൻ്റെ പാനലൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് ഡ്രൈവർ സീറ്റിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷനൊക്കെ ഇപ്രാവശ്യം കിട്ടേണ്ടതാണ്. XUV 9Sൽ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ കളർ കോമ്പിനേഷനിൽ എല്ലാത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ ഒക്കെ ബ്ലാക്ക് അല്ല ബ്രൗൺ ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒരു ടീസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ കാര്യം പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് ഫ്രണ്ടിൽ ബോസ് മോഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഫ്രണ്ടിലത്തെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാം. നമ്മുടെ മറ്റേ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടാനുള്ള ലെഫ്റ്റ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ XUV 9Sലും ഈ സെയിം നോബ് തന്നെയാണ് കണ്ടത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ റിയർ എ സി വെൻസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഡോർ പാഡ്സിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. എല്ലാം നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡ് ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡിസൈൻ ആണ് എന്ന് പറയാം. നമ്മുടെ എക്സിസ്റ്റിംഗ് വണ്ടിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ, ഓർ ബ്ലാക്ക് ആൻഡ് ബേസ് എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റിൻ്റെ ഒക്കെ കോമ്പിനേഷനാണുള്ളത്. അതൊക്കെ എന്തായാലും നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ XEV9S ഇൻറ്റീരിയർ ആണ്. സോ ഇതിനകത്ത് ഈ ഒരു കോമ്പിനേഷനാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമാക്കിയിട്ടാണ് നമ്മുടെ 7XOയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് നമ്മുടെ XEV9ൽ അവർ ആദ്യം കൊടുത്തത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ, അതായത് ഡ്യുവൽ സോൺ AC ആയിക്കോട്ടെ, പിന്നെ പുതിയ സ്റ്റിയറിംഗ് വീൽ അതും വരുന്നുണ്ട്. ടീസറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മഹീന്ദ്രയുടെ പുതിയ ട്വിൻ പീക്സ് ലോഗോ ഉള്ള, അതുപോലെ നമ്മുടെ ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് വരുന്നത്. ട്രിപ്പിൾ സ്പോക്ക് അല്ല, മഹീന്ദ്ര അത് സത്യം പറഞ്ഞ് പുതിയ സ്റ്റിയറിംഗ് വീൽ, അതായത് അവർ സ്കോർപ്പിയോനിലും XUV700 അതിലൊക്കെ കൊടുത്ത സ്റ്റിയറിംഗ് വീൽ ആക്ച്വലി ഡെബ്യൂ ചെയ്ത് നമ്മുടെ ഈ XUV700 ആദ്യം. പക്ഷേ അതിന് ശേഷം 4 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റിയറിംഗും അങ്ങനെ മാറുകയാണ്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി, അതിലൊന്നും വ്യത്യാസമില്ല. സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചേഞ്ചസ് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഡയമെൻഷൻസ് വൈസ് ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റാണ്. അവർക്കൊരു മിഡ് സൈക്കിൾ അപ്ഡേറ്റ് കൊടുക്കണമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കൂടുകയോ കുറയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ബമ്പറിൻ്റെ ഡിസൈനിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം കൊണ്ടേ ഉള്ളൂ. നമ്മൾ സത്യം പറഞ്ഞത് മെയിനായിട്ട് XEV9S തുടങ്ങിയ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് ഡിസൈനിലുള്ളൊരു മേക്ക് ഓവറാണ്. അതാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. കാരണം ബാക്കി വണ്ടികളിലെ ഇലക്ട്രിക് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഡിസൈൻ കൊടുത്ത സമയത്ത് ഇതിനകത്ത് അത് അവർക്ക് എന്തായാലും വേറെ കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 9S വെച്ച് നോക്കുകയാണെങ്കിൽ പോലും റിയർ ഡിസൈൻ സെയിം ആണ്, ഫ്രണ്ടാണ് മെയിനായിട്ട് മാറ്റിയിരിക്കുന്നത്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതെല്ലാം എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 2 ലിറ്റർ എംസ്റ്റൈലിംഗ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്, 6 സ്പീഡ് മാനുവൽ ഉണ്ട്, 2 എഞ്ചിനും കൂടെ. പവർ ഫിഗേഴ്സിലും വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ആവശ്യത്തിനുള്ള പവർ ഇഷ്ടംപോലെ പവർ ഈ വണ്ടിയുടെ പെട്രോൾ മോഡൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഡീസലാണെങ്കിലും ലോവർ വേരിയൻസിലും അത്യാവശ്യം 155 bhp ഒക്കെ ഉണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും 185 bhp വരെയൊക്കെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും ഈ വാഹനത്തിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വേറൊരു വണ്ടിയും ഇതുവരെ സെഗ്മെൻറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അവരതൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി ഇതിൻ്റെ ലോഞ്ച് ടൈം ലൈനും കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇപ്പോൾ ഇതുവരെ നമുക്കറിയില്ല. ഏതായാലും ഡിസംബർ 15 മുതൽ ഈ വാഹനത്തിൻ്റെ പ്രീ ബുക്കിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വണ്ടി പ്രൈസ് എല്ലാ ഡീറ്റെയിൽസുമായിട്ട് കാണിക്കാൻ പോകുന്ന ഈ വരുന്ന ജാനുവരി 6 ആയിരിക്കും 2026. എല്ലാ വണ്ടികളും ഇപ്പോൾ ഈ ഡിസംബർ ആകുമ്പോഴേക്ക് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളാണ് അനൗൺസ് ചെയ്തത്, എല്ലാ കമ്പനികളും കൂടെ. ആൻഡ് ഇതെല്ലാം വരാൻ പോകുന്ന ഏകദേശം ഒരു ജാനുവരി സമയത്താണ്. സോ ജാനുവരിയിൽ ഒരുപാട് വണ്ടികൾ ലോഞ്ചും ഉണ്ട്. ആൻഡ് ജാനുവരിയിൽ തന്നെ ആയിരിക്കും ഇതിന് ഡെലിവറി എല്ലാം കൊടുത്തു തുടങ്ങുന്നതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ജാനുവരിയിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും. ബേസ് മോഡൽ കുറച്ച് കാലം എടുക്കും, അത് പിന്നെ ടിപ്പിക്കൽ മഹീന്ദ്ര അങ്ങനെയാണല്ലോ. ഇതിൻ്റെ അകത്ത് ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ MG ഹെക്ടർ ഫേസ് ലിഫ്റ്റ് അടുത്ത് 12 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിലാണ് ബേസ് മോഡൽ അവർ ഇറക്കിയത്. അതുകൊണ്ട് മഹീന്ദ്ര അവർ അഗ്രസീവ് പ്രൈസിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് എൻഡ് ലെവൽ വേരിയൻറ്റ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴേക്കും എന്തായാലും പ്രൈസ് കൂടുതലായിരിക്കും, അത് സംശയമൊന്നും വേണ്ട. ഏതായാലും നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടൈം തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.